പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തെയും അതുയർത്തുന്ന സാർവദേശീയവും ദേശീയവുമായ ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടുകളിൽ നിന്നുള്ള പിന്മാറ്റത്തെയും സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പാർലമെൻറ്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം സ്വതന്ത്ര പലസ്തീൻ എന്ന ഇന്ത്യയുടെ പരമ്പരാഗതമായ നിലപാടിനോടുള്ള അപരാധപൂർണമായ വഞ്ചനയാണ്, നമ്മുടെ സ്വതന്ത്ര വിദേശ നയത്തിൽ നിന്നുള്ള ഭീകരമായ രീതിയിലുള്ള പിന്മാറ്റമാണ്. ഇന്ത്യ പൂർണ്ണമായും ഇസ്രയേലിനോടൊപ്പമാണെന്നാണ് നരേന്ദ്രമോദി നെസറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. 1993 ആരംഭിച്ച ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിൻ്റെയും 1917 അതിൻ്റെ 25ാം വാർഷികത്തിൽ സയനിസ്റ്റുകളുമായി ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കിയ വിധ്വംസക സഖ്യത്തിൻ്റെയും ഒരു പൂർത്തീകരണമാണ് മോഡിയുടെ ഈ സന്ദർശനത്തിലൂടെയും ഇസ്രയേൽ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിലൂടെയും സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മോഡിയുടെ ഇസ്രയേൽ സന്ദർശനം തന്നെ ഗസയിൽ വംശഹത്യ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഏകപക്ഷീയമായ ആക്രമണം ഇസ്രയേൽ നെതന്യാഹു ഭരണകൂടം തുടരുന്നതിനിടയിലാണ്. ഔപചാരികമായ വെടിനിർത്തൽ നിലനിൽക്കുന്നെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്രയേൽ അതെല്ലാം തുടർച്ചയായി ലംഘിക്കുകയാണ്. ഏകപക്ഷീയമായ ആക്രമണങ്ങളിലൂടെ നിരവധി പലസ്തീൻകാരെ ദിവസേന കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ബോംബുകൾ വർഷിച്ച് ആവാസ മേഖലകൾ, ജനവാസ മേഖലകൾ, ആശുപത്രി സമുച്ചയങ്ങൾ എല്ലാം തുടർച്ചയായി തകർക്കുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ നിയമവിരുദ്ധമായ കയ്യേറ്റങ്ങൾ തീവ്രമാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര നീതിന്യായ കോടതി വംശഹത്യാ കുറ്റം ചുമത്തി വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റവാളിയായി കാണുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിന് പിന്തുണ നൽകുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിലെ അധിനിവേശ സർക്കാരുമായുള്ള തന്ത്രപരവും സൈനികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാക്കുക, വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോഡിയുടെ ഈ സന്ദർശനം എന്ന് നമ്മൾ കാണണം. അമേരിക്കയുടെ പിൻബലത്തിൽ പശ്ചിമേഷ്യയിൽ ആധിപത്യമുറപ്പിക്കാനാണ് ഇസ്രയേൽ കാലാകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബിയക്കും സിറിയക്കും ഇറാനും യമനുമൊക്കെ നേരെ അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രയേൽ സമീപകാലത്ത് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. സിറിയയിലെ ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്ന അമേരിക്കൻ പദ്ധതി തന്നെ ഇസ്രയേൽ താൽപ്പര്യവുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ ഇറാനെ സൈനികമായി ആക്രമിക്കാൻ ഇസ്രയേലിൻ്റെ പ്രേരണയിൽ അമേരിക്ക ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന അത്യന്തം സ്തോഭജനകമായ സാഹചര്യത്തിലാണ് മോഡിയുടെ ഇസ്രയേൽ സന്ദർശനം നടന്നിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമിട്ട് നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യയിലെ ഇസ്രയേൽ അച്ചുതണ്ടിനോടുള്ള ഹിന്ദുത്വ സർക്കാരിൻ്റെ അപമാനകരമായ പ്രതിബദ്ധത കൂടിയാണ് തുറന്നു കാണിക്കുന്നത്. 1992 നരസിംഹറാവു സർക്കാർ തുടങ്ങിവെച്ച ഇസ്രയേൽ ബന്ധത്തിൻ്റെ വിപുലവും ആപൽക്കരവുമായ ഒരു ഘട്ടത്തെയാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഇസ്രയേൽ സന്ദർശനം കാണിക്കുന്നത്. ഇസ്രയേൽ പാർലമെൻറ്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രയേലിനോട് പൂർണ്ണമായി ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രഖ്യാപിച്ചത്. 2003 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തെ സംബന്ധിച്ച് വളരെ വികാരഭരിതമായി പാർലമെൻറ്റ് അംഗങ്ങളോട് സംസാരിച്ച നമ്മുടെ പ്രധാനമന്ത്രി 1948 ശേഷം ഇസ്രയേൽ പലസ്തീൻ ജനതയോട് കാണിക്കുന്ന ഭീകരമായ ആക്രമണത്തെ, കൂട്ടക്കൊലകളെ സംബന്ധിച്ച് മൗനം പുലർത്തുകയാണ്. അതിനെക്കുറിച്ച് കൗശലപൂർവ്വം മൗനം പുലർത്തുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ പാലസ്തീൻ അനുകൂല നിലപാടുകൾ
പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇസ്രയേലിൻ്റെ തന്ത്രപരമായ പങ്കാളിയായി ഇന്ത്യയെ അധപ്പതിപ്പിക്കുകയാണ് മോഡി സർക്കാർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇസ്രയേൽ പാർലമെൻറ്റ് അംഗങ്ങളോട് ഹിന്ദുത്വത്തിൻ്റെ സയനിസ്റ്റ് സാഹോദര്യ പ്രഖ്യാപനത്തിലൂടെ മോഡി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയുടെ വേദന, ഞങ്ങൾ പലസ്തീൻ്റെ വേദന അനുഭവിക്കുന്നു എന്നാണ് മോഡി പറഞ്ഞത്. നിങ്ങളുടെ വേദന പങ്കിടുന്നു എന്നാണ് ഇസ്രയേലിനോട് മോഡി പറഞ്ഞത്. ഈ നിമിഷത്തിലും അതിലപ്പുറവും പൂർണ്ണമായ വിശ്വാസത്തോടെ ഇന്ത്യ ഇസ്രയേലിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് മോഡി നെസറ്റിലെ അംഗങ്ങളോട് പറഞ്ഞത്. ഇതെന്താ കാണിക്കുന്നത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇസ്രയേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത മോഡിക്ക് ഇനി അവകാശപ്പെടാം. മോഡിയുടെ നെസറ്റ് പ്രസംഗത്തിൽ ഈ ഇസ്രയേലിലെ പ്രതിപക്ഷം പോലും അത് ബഹിഷ്കരിക്കുക ചെയ്തത്. തീവ്ര വലതുപക്ഷക്കാരായ ഭരണാധികാരികൾ മാത്രമാണ് ഇതുവരെ ഇസ്രയേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, അർജന്റീനയിലെ തീവ്ര വലതുപക്ഷക്കാരനായ പ്രസിഡന്റ് ഹാവിയർ മിലേ, ഇവരൊക്കെയാണ്, ഇവരുടെ കൂട്ടത്തിലാണ് നരേന്ദ്രമോദി ഇസ്രയേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നത്. മോഡിയുടെ രണ്ടാമത്തെ ഇസ്രയേൽ സന്ദർശനമാണിത്. 2017 ആദ്യ സന്ദർശനം. അത് നരസിംഹറാവു സർക്കാർ ഇന്ത്യ ഇസ്രയേൽ നയതന്ത്ര ബന്ധം തുടങ്ങി വെച്ചതിൻ്റെ 25ാം വാർഷികമായി ബന്ധപ്പെട്ടായിരുന്നു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനും വിവാദ വ്യവസായി ഇന്ത്യയിലെ നമ്മുടെ അനിൽ അംബാനിയുമായുള്ള ആശയവിനിമയത്തിൻ്റെ തുടർച്ചയിലാണ് 2017 മോഡി ഇസ്രയേലിൽ എത്തിയതെന്ന് എപ്സ്റ്റീൻ ഫയൽസ് തന്നെ ഇപ്പോൾ അനാവരണം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ദ്വീപിലെ രഹസ്യ സങ്കേതവും ലോക നേതാക്കളുടെയും പ്രമാണിമാരുടെയും മൊസാദ് ചാരൻ കൂടിയായിട്ടുള്ള എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധവും വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് മോഡി ഇസ്രയേലെത്തിയത്. 2017, അതായത് 70 വർഷങ്ങൾക്ക് ശേഷമാണ് സയനിസ്റ്റ് രാജ്യം ഇസ്രയേൽ ആദ്യമായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആതിഥേയത്വം നൽകിയത്. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ മോഡിയുടെ ഇസ്രയേൽ സന്ദർശനം സയനിസ്റ്റുകളും ഹിന്ദുത്വവാദികളും ചേർന്ന് രൂപപ്പെടുന്ന വിധ്വംസക സഖ്യത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് പല അന്താരാഷ്ട്ര വിദഗ്ധന്മാരും നിരീക്ഷിച്ചിട്ട് ഉള്ളത്. പശ്ചിമേഷ്യയിലെയും ഏഷ്യൻ മേഖലയിലെയും അമേരിക്കൻ താൽപ്പര്യങ്ങളാണ് ഇസ്രയേൽ ഇന്ത്യ വിധ്വംസക സഖ്യത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ നിർണ്ണയിക്കുന്നത് US അധിനിവേശ താൽപ്പര്യങ്ങളാണ്. ആഗോള ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള പ്രാഥമിക ജ്ഞാനമുള്ള, അതായത് ആഗോള തലത്തിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ സംബന്ധിച്ച് പ്രാഥമികമായ ജ്ഞാനമുള്ള ആർക്കും ഇതൊക്കെ മനസ്സിലാക്കാവുന്നതുള്ളൂ. ഇപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഇസ്രയേലുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക്, അതായത് US ഇസ്രയേൽ ഇന്ത്യ വിധ്വംസക സഖ്യമാണ് മോഡിയുടെ ടെൽ അവീവ് സന്ദർശനത്തിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുമ്പോൾ സയനിസത്തിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും പ്രതിലോമകരമായൊരു ഏഷ്യൻ സഖ്യമാണ് ജന്മമെടുക്കുന്നത്, രൂപം കൊള്ളുന്നത്. അമേരിക്കയിലെയും ഇസ്രയേലിലെയും ജൂത വ്യവസായ ലോബിയാണ് ഈ വിധമൊരു തന്ത്രപരമായ സഖ്യത്തിൻ്റെ ഗ്രീൻ റൂമിൽ കളിച്ചതെന്നതിന് വിശദീകരണമൊന്നും ആവശ്യമില്ല. ലോകകാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്നത്. 1993 മുതലാണ് ഇസ്രയേലും ഇന്ത്യയും നയതന്ത്ര ബന്ധം തുടങ്ങിയത്. കഴിഞ്ഞ 25 വർഷം കൊണ്ട് പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങളും സൈനിക ഹാർഡ്വെയറുകളിലെയും സാങ്കേതിക വിദ്യയിലുമുള്ള പങ്കാളിത്തവും നമ്മുടെ ഈ ഇരു രാജ്യങ്ങൾക്കിടയിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. സൈനിക സഹകരണവും ആയുധക്കരാറുകളും അതിനനുസൃതമായ രാഷ്ട്രീയ പക്ഷപാതിത്വവും നൂറ്റാണ്ടിനിടയിൽ തന്നെ ശക്തിയാർജിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ബന്ധത്തിൽ നിന്ന് സ്ട്രാറ്റജിക്കായ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഉള്ള ഒരു പരിവർത്തനം ഈ മോഡിയുടെ ഈ സന്ദർശനം വഴി സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. 2017 നരേന്ദ്രമോദിയുടെ തന്നെ പ്രസ്താവന വ്യക്തമാക്കുന്നത് ഇതെന്താണ്? നരേന്ദ്രമോദി 2017 തന്നെ ഒരു സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞത്, ഇന്ത്യയും ഇസ്രയേലും സങ്കീർണമായ ഭൂമിശാസ്ത്ര മേഖലകളിലാണ്. ആ മേഖലയിലെ സമാധാനവും സ്ഥിരതയും നേരിടുന്ന ഭീഷണികളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഈ അഭിപ്രായം കൂടി ചേർത്ത് വായിച്ച് നോക്കുമ്പോൾ, അന്നത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നെതന്യാഹുവിൻ്റെ പ്രസ്താവനയാണ്, ഇതെല്ലാം ചേർത്ത് വായിച്ച് നോക്കുമ്പോൾ
ഈ താല്പര്യങ്ങൾ, ഈ മേഖലയിലെ ഇസ്രയേലിൻ്റെയും ഇന്ത്യയുടെയും താല്പര്യങ്ങൾ എന്ന് പറയുന്ന സയനിസ്റ്റ് ഹിന്ദുത്വ താല്പര്യങ്ങൾ, അറബ് മുസ്ലിം വിരുദ്ധമായ താല്പര്യങ്ങൾ, ഇത് സംരക്ഷിക്കുന്നതിന്, അതായത് അവർ പറയുന്നത് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ഉയർന്ന ഭീഷണിയെ നേരിടുന്നതിന് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പരമ്പരാഗതമായ വിദേശ നയത്തെ, പലസ്തീൻ പ്രശ്നത്തിലുള്ള ചിരസമ്മതമായ നമ്മുടെ നിലപാടുകളെ എല്ലാം കൈയൊഴിയുന്നതാണ്. ഇത് അപകടകരമായ സയനിസ്റ്റ് ബാന്ധവമാണ്. US താല്പര്യങ്ങൾക്ക് വേണ്ടി ഏഷ്യൻ മേഖലയിലെ ഹിന്ദുത്വവാദികളും സയനിസ്റ്റുകളും ഒന്നിക്കുന്ന വളരെ ആപൽക്കരമായ വിധ്വംസകമായ ഒരു ബന്ധത്തെയാണ്, ഒരു സഖ്യത്തെയാണ് ഇസ്രയേൽ ഇന്ത്യ ബാന്ധവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്.